Hi students, welcome to a new class. Today we are going to discuss about the various stages related with internationalization of a business. While internationalize a domestic business, there are several phases or stages incurred. Through a series of phases or series of process, a domestic firm internationalized. So we are going to discuss the stages of internationalization. Commercial transactions are the ultimate goal of international trade and indeed trade of any kind. The pattern of international market development often follows a series of stages. ഒരു സീരീസ് ഓഫ് സ്റ്റേജസിലൂടെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഒന്നാമത്തെ ഘട്ടം സ്റ്റേജ് 1 ഡൊമസ്റ്റിക് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഫോർ ദ പർപ്പസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് എ ബിസിനസ്, ഫസ്റ്റ് ഓഫ് ഓൾ എ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓർ ഡൊമസ്റ്റിക് ഫേം ഈസ് റിക്വയർഡ്. First of all, a domestic company is required for the purpose of internationalization, or domestic market is required for the purpose of entering into the international market. The domestic market often an appropriate place to test products and fine-tune performance before tackling the complexities of international trade. ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യുവാനുള്ള, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസിനെ അളക്കുവാനുള്ള, കോംപ്ലക്സിറ്റീസിനെ ടാക്കിൾ ചെയ്യുവാനുള്ള ഒക്കെ ഒരു മാർക്കറ്റാണ് ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നുള്ളത്. ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദി ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക ഉള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് പ്രൊഡക്റ്റുകളെ ടെസ്റ്റ് ചെയ്യാനും അതിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നുള്ളത്. ഇറ്റ് ക്യാൻ ഓൾസോ ഗീവ് എ ഗുഡ് ഇൻഡിക്കേഷൻ ഓഫ് പെർഫോമൻസ്. ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ എന്ത് ചെയ്യുന്നു പെർഫോമൻസിനെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുവാൻ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഹവർ ഇൻ സം ഇൻസ്റ്റൻസസ് ദിസ് സ്റ്റേജ് ഓഫ് the export process does not serve any purpose at all. Under this stage, the domestic market establishment, no export process involved. ഡൊമസ്റ്റിക് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പാദനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദിസ് മേ ബി ദ കേസ് ഓഫ് കനേഡിയൻ സോഫ്റ്റ്വെയർ കമ്പനി, ഫോർ എക്സാമ്പിൾ, that has developed a product specifically for a foreign market. Because international market development requires resource of time and money on the part of the exporter, it is important to ensure that a strong foundation has been built in the domestic market upon which to base future export market expansion activities. സോ ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. ആ ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുക, ഭാവിയിൽ എക്സ്പോർട്ട് മാർക്കറ്റ് എക്സ്പാൻഷൻ ആക്ടിവിറ്റീസിലേക്കൊക്കെ എന്ത് ചെയ്യുക പോവുള്ളൂ. സോ ഡൊമസ്റ്റിക് ബിസിനസ്സാണ് ഒന്നാമതായിട്ട് പറയുന്നത്. സോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഡൊമസ്റ്റിക് ബിസിനസ്സാണ് ആദ്യം വേണ്ടത്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ദി ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ദി ബിസിനസ്. ഇറ്റ് ഈസ് ദ ബേസ് ഫോർ ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ദി ബിസിനസ്. Without a domestic business, without a domestic services, we cannot enter into the international trade. Then second one, stage 2, export research and planning. When companies begin trading abroad, in this stage the companies begin trading abroad. പുറത്ത് വിദേശത്ത് എന്ത് ചെയ്യുന്നു, വ്യാപാരം നടത്തുന്നതിന് കമ്പനി ആരംഭിക്കുന്നുണ്ട്. They often target a country similar to their own language, financial structures, legal and economic system or culture. നമ്മുടെ ഒരു കൺട്രി, അതായത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രാജ്യം, അവരുടെ രാജ്യത്തിന് സമാനമായിട്ടുള്ള ലാംഗ്വേജുള്ള, ഫിനാൻഷ്യൽ സ്ട്രക്ചേഴ്സുള്ള, ലീഗൽ ആൻഡ് എക്കണോമിക് സിസ്റ്റംസ്, കൾച്ചറൊക്കെയുള്ള ഒരു രാജ്യത്തെയാണ് എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, അവർ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. For example, Canadians entering into the international marketplace usually addressing the US market first. കനഡിയൻസ് ആദ്യം വരുന്ന എവിടെയാണ്, US മാർക്കറ്റിലേക്കാണ്. കാരണം അവരുടേത് ലാംഗ്വേജ്,
ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ലീഗൽ ആൻഡ് എക്കണോമിക് സിസ്റ്റംസ് ഒക്കെ ഒരുപോലെ വരുന്നതാണ്. ബിഫോർ വെഞ്ചറിങ് ഇൻ ടു അൺഫെമിലിയർ മാർക്കറ്റ്, ദ കമ്പനി ഷുഡ് പ്രിപ്പയർ ദംസെൽഫ് properly by analyzing how successful the proposed product or service may be in the potential market. The exporter can narrow the target market down to 3 or 4. Then third stage, initial export stage. When implementing an export plan, it is advisable to begin modestly by testing the market. A graduated strategy enables the novice exporter to acquire practical experience in the market without incurring unnecessary or unmanageable risk. ഈ മൂന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് പ്ലാൻ പ്രകാരം എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് തുടങ്ങുന്നു. ഇനീഷ്യൽ എക്സ്പോർട്ട്, ചെറിയ രീതിയിലുള്ള സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അൺനെസസറി ആയിട്ടുള്ള അൺമാനേജബിൾ ആയിട്ടുള്ള റിസ്കിനെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നാണ്. സ്റ്റേജ് 4, എക്സ്പാൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ സെയിൽസ്. ഇഫ് ഇനീഷ്യൽ സെയിൽസ് ഹാവ് ബീൻ ഗുഡ്, ഇനീഷ്യൽ എക്സ്പോർട്ട്, തുടക്കത്തിലുള്ള എക്സ്പോർട്ട് കൂടുതലാണ് എങ്കിൽ, നല്ല രീതിയിൽ പോകുന്നുണ്ട് എങ്കിൽ, പ്ലാനിങ് ഫോർ ലാർജ് ഓർഡേഴ്സ് ആൻഡ് എക്സ്പാൻഡഡ് ആക്ടിവിറ്റി ഷുഡ് ഫോളോ. വലിയ രീതിയിലുള്ള ഓർഡേഴ്സിന് എന്ത് ചെയ്യുന്നു? അവർ പ്ലാൻ ചെയ്യുന്നു. വലിയ രീതിയിലുള്ള എക്സ്പോർട്ടിങ്ങിന് അവർ പ്ലാൻ ചെയ്യുന്നു. ദി സ്റ്റേജ് ഈസ് യൂഷ്വലി അക്കമ്പനൈഡ് ബൈ ഇൻറ്റൻസിഫൈഡ് മാർക്കറ്റ് റിസർച്ച്, മോർ അഗ്രസീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഇൻ്റർനാഷണൽ ട്രേഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻറ്റൻസീവായിട്ട് ആയിട്ടുള്ള മാർക്കറ്റ് റിസർച്ച് വരുന്നത്, അതുപോലെ അഗ്രസീവായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രേഡിലുള്ള പാർട്ടിസിപ്പേഷൻ വരുന്നത്, അതുപോലെ മറ്റ് അതർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ വരുന്നത്. ആൻഡ് ഗ്രേറ്റർ എംഫസിസ് ഓൺ സ്ട്രെങ്തനിങ് നെറ്റ്വർക്ക്സ് ആൻഡ് കോൺടാക്ട്സ് ഇൻ ദിസ് ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റിൽ നെറ്റ്വർക്ക് അതുപോലെ കോൺടാക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുന്നതിനും അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ നാലാമത്തെ ഘട്ടത്തിൽ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻ്റർനാഷണൽ സെയിൽസിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, വിപുലീകരിക്കുന്നു. ദെൻ ഫിഫ്ത്ത് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എബ്രോഡ്. ഇഫ് ദ സെയിൽസ് ആർ ബ്രിസ്ക്, profit encouraging and opportunities promising, the company may choose to expand the presence of in the target market. It can, for example, open a local office, tighten relation with local partners, buy an existing local company, form a joint venture, or invest in R&D or production facility. സെയിൽസ് നല്ല രീതിയിൽ എബ്രോഡിൽ, വിദേശത്ത്, ഫോറിൻ കൺട്രിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? സെയിൽസ് പോകുന്നുണ്ട് എങ്കിൽ, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ അവിടെ വിദേശ രാജ്യത്തുണ്ട് എങ്കിൽ, കമ്പനി എന്ത് ചെയ്യും? അവരവരുടെ ടാർഗറ്റ് മാർക്കറ്റിൽ അവരുടെ പ്രസൻസിനെ എക്സ്പാൻഡ് ചെയ്യും, വിപുലീകരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഒരു ലോക്കൽ ഓഫീസ് സെറ്റപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലോക്കൽ പാർട്ട്നേഴ്സുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കും. അല്ലെങ്കിലോ ബൈ ആൻ എക്സിസ്റ്റിംഗ് ലോക്കൽ കമ്പനി, ഒരു ഫോറിൻ രാജ്യത്തുള്ള, ഫോറിൻ കൺട്രിയിലെ ഒരു ലോക്കൽ കമ്പനിയെ എന്ത് ചെയ്യുന്നു? നിലവിലുള്ള ഒരു ലോക്കൽ കമ്പനിയെ പർച്ചേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഫോം എ ജോയിൻറ്റ് വെഞ്ചർ, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെടുന്നു. അല്ലെങ്കിലോ ഇൻവെസ്റ്റ് ഇൻ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് രീതികൾ. അപ്പോൾ അവസാനം ഡയറക്റ്റ് ആയിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? അത് വഴിവെക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് 5ാമത്തെ ഘട്ടം. ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.